ഒരിക്കൽ ഗുരു ശിഷ്യനോട്, ഞാൻ നിനക്ക് ഒരു മന്ത്രം പറഞ്ഞു തരാം, അത് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നീ നരകത്തിൽ പോകും, മറ്റുള്ളവർ സ്വർഗത്തിലും. പിറ്റേന്ന് ശിഷ്യൻ തന്റെ വീടിന്റെ മുകളിൽ നിന്ന് എല്ലാവരും കേൾക്കെ മന്ത്രം ഉറക്കെ ചൊല്ലി. അതിന്റെ കാരണമാരാഞ്ഞ ഗുരുവിനോട്, ഞാൻ മാത്രം നരകത്തിൽ പോയാലും മറ്റുള്ളവർക്ക് സ്വർഗം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. ഇതുപോലെ നമ്മൾ നിത്യജീവൻ പ്രാപിക്കുന്നതിനും ലോകരക്ഷയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ ഒരു യാഗമായി തീർന്നു. മാത്രമല്ല, അവിടുന്ന് പിതാവിനോട് കേട്ടതെല്ലാം നമ്മെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും ഇന്നും നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് യേശു നമ്മോട് ചോദിക്കേണ്ടി വരികയാണെങ്കിൽ, ദൈവത്തെ അറിഞ്ഞിട്ടും അവിടുത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നവർക്കും നമുക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് പറയാം. ആകയാൽ പ്രിയരെ, ഈ നാളുകളിൽ നമുക്ക് ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാം, ക്രിസ്തുവിന്റെ മൊഴികൾ അനുസരിച്ച് ജീവിക്കാം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യോഹന്നാൻ 15:10.